കഴിഞ്ഞ ഭരണസമിതിക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടെന്ന് അങ്ങേക്ക് അഭിപ്രായമുണ്ടോ? നിങ്ങൾ ഇവിടെ വന്ന് എന്നോട് ചോദിക്കുന്ന മുമ്പ് വായ്പ തന്ന ആ ഏജൻസിയോട്, വേറെ ആരുമല്ല, ആറ്റിങ്ങൽ ടൗൺ സർവീസ് സഹകരണ ബാങ്കാണ്. ഞങ്ങൾക്കുള്ള ബാധ്യത 2.5 കോടിയാണ്. ബാക്കി തുകയെല്ലാം പ്ലാൻ ഫണ്ട് ചെയ്യുന്നത് തിരിച്ചടവില്ലാത്ത ഫണ്ടാണ്. 3 മാസത്തിനുള്ളിൽ തുറന്നു കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ വലിയ ആഗ്രഹം. നമസ്കാരം. നിൽക്കുന്നത് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ നഗരസഭയുടെ മുന്നിലാണ്. ഈ ആറ്റിങ്ങൽ നഗരസഭയ്ക്ക് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഒരു തീരാത്ത കളങ്കമുണ്ടായിരുന്നു. അത് ആറ്റിങ്ങൽ ടൗൺ ഹാളിന്റെ പേരിലായിരുന്നു. പണി ഇഴഞ്ഞു നീങ്ങുന്ന ആ ടൗൺ ഹാൾ 2017 പുനർനിർമ്മാണം ആരംഭിച്ചിട്ട് ഇതുവരെ പൂർത്തിയാകാത്ത ആ ടൗൺ ഹാളിന്റെ പേരിൽ ആറ്റിങ്ങൽ നഗരസഭ ഭരണസമിതി കേട്ടിട്ടുള്ള പഴി ചില്ലറയൊന്നുമല്ല. എന്നാൽ ആ നഗരസഭ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ ചെയർമാൻ ആദ്യം പ്രഖ്യാപിച്ചത് ആ ടൗൺ ഹാളിന്റെ പണി അടിയന്തരമായിട്ട് 3 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് നടത്തി. അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്. ഞങ്ങൾ അദ്ദേഹത്തിനെ കണ്ട് ഇതേ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ, ആറ്റിങ്ങലിലെ ഓരോ ആളുകളും കാത്തിരിക്കുന്ന ആ ടൗൺ ഹാൾ എപ്പോൾ തുറക്കുമെന്നുള്ള വിശദമായ വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നതാണ്. ഈ 3 മാസത്തിനുള്ളിൽ ടൗൺ ഹാള് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്നുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. അപ്പോ അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? 3 മാസത്തിനുള്ളിൽ തുറന്നു കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ വലിയ ആഗ്രഹം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടത്തി അവർ പണി ആരംഭിച്ചു. ഇനി കുറേ മെറ്റീരിയൽസ് ഇറക്കാനുണ്ട്. അത് ഈ AC, ഇലക്ട്രിഫിക്കേഷൻ, അങ്ങനെയൊക്കെയുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങളൊക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. അതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ വന്നു തുടങ്ങി. അവർ ഇവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഒരാളെങ്കിൽ സൊസൈറ്റിക്കാണ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. അവർ ചുമതലപ്പെടുത്തി. ഇന്നും അവരുമായിട്ടൊരു ചർച്ച രാവിലെ 10 മണിക്ക് അവരുടെ ഓഫീസിൽ വെച്ചുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. എന്തായാലും ശരി, 3 മാസം ഏറ്റവും കുറഞ്ഞത് വേണം. ഈ 2017 നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അപ്പൊ ഈ കോവിഡിന്റെ ഒരു കാര്യമാണ് ഇടയ്ക്ക് വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. കോവിഡിന്റെ കാര്യം യാഥാർത്ഥ്യം തന്നെയാണ്, അത് അംഗീകരിക്കുന്നു. പക്ഷെ അതിനിപ്പുറത്തോട്ടുള്ള ഒരു കാലതാമസത്തിനുള്ള കാരണം എന്തായാലും കോവിഡ് മാത്രമല്ല തടസ്സത്തിന്റെ കാരണം. സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ കേസുണ്ടായി. ഇല്ലാത്ത വിഷയത്തിന്റെ പേരിൽ കേസ് അതിന് തൊട്ടടുത്ത വസ്തു ഉടമ കൊണ്ട് കൊടുത്തു. അത് ആദ്യത്തെ വിഷയം പരിഹരിച്ചില്ല. അവരെ അവകാശവാദം ശരിയല്ല, ഞങ്ങളുടെ മതിൽ അവർക്കുള്ളതാണെന്നായിരുന്നു അവരുടെ വാദം. അത് അവസാനം അവർക്ക് തന്നെ ബോധ്യമായത് അവർക്കുള്ളതല്ല. രണ്ടാമത് അതൊക്കെ തീർന്നു പണി തുടങ്ങാൻ നേരത്ത് വീണ്ടും ആ ആൾ തന്നെ വീണ്ടും ഒരു കേസ് കൊടുത്തു. ആ കേസ് എന്ന് പറയുന്നത് ഈ സെല്ലാർ പണിയാൻ വേണ്ടി ഞങ്ങൾ മണ്ണെടുക്കുമ്പോൾ എവിടെ മണ്ണെടുത്താലും അടുത്ത പുരയിടത്തിൽ നിന്ന് 1.5 മീറ്റർ, നമ്മുടെ അതിർത്തിയിൽ നിന്ന് 1.5 മീറ്റർ വിട്ട് വേണം മണ്ണെടുക്കാനുള്ളത്. അങ്ങനെ മണ്ണെടുക്കുമ്പോൾ ഞങ്ങൾക്ക് ചെറിയ വിഷയങ്ങളുണ്ടാകും. അതുകൊണ്ട് ഇത്തിരി കൂടെ കുറച്ച് ഞങ്ങൾ മണ്ണെടുത്തപ്പോൾ അതിന് അദ്ദേഹം കൊണ്ട് കേസ് കൊടുക്കും. 1.5 മീറ്റർ വിട്ട് ഞങ്ങൾ മണ്ണെടുക്കണം. അങ്ങനെ എടുത്താൽ പിന്നെ നമുക്ക് അടുത്ത 2 പാർക്കിംഗ് സൗകര്യം കിട്ടില്ല. അപ്പൊ കക്ഷിക്ക് എന്ന് കെട്ടണം ചെയ്താലും കക്ഷി 1.5 മീറ്റർ വിട്ടാണ് എടുക്കാവും. അപ്പൊ 1.5 മീറ്റർ വീതിയും 65 സെന്റിമീറ്റർ നീളമാകുമ്പോൾ എത്ര ഭൂമി അവർക്ക് നഷ്ടപ്പെടുമെന്ന് അറിയാം. അപ്പൊ അവരോട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇത് ചേർത്ത് മണ്ണെടുക്കും, നിങ്ങളും ചേർത്ത് മണ്ണെടുക്കും. ഞങ്ങൾ മൊത്തം കാൺക്രീറ്റ് ചെയ്ത് കയറുമ്പോൾ നിങ്ങൾക്ക് കാൺക്രീറ്റ് ചെയ്യുന്ന സാമ്പത്തികം ലാഭം ഉണ്ടാവും. നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ നിങ്ങൾ നമ്മുടെ അഗ്രിമെന്റ് ഉണ്ടാക്കിയാൽ മതിയെന്ന്. അദ്ദേഹത്തിന് കക്ഷിക്ക് അത് മനസ്സിലായില്ല. അദ്ദേഹത്തിന് വേണ്ടി കൂടിയാണ് ഇത്രയും കോൺക്രീറ്റ് ചെയ്ത് കയറുന്ന ആ ലാഭമുണ്ട്. പിന്നെ 1.5 മീറ്റർ 65 മീറ്റർ നീളത്തിൽ നഷ്ടപ്പെടുന്ന ഒരു വിഷയമുണ്ട്. അതൊന്നും ആദ്യം കക്ഷിക്ക് മനസ്സിലായില്ല. പിന്നെ അതിലൊക്കെ ഇടപെടേണ്ട രീതിയിലൊക്കെ എന്നൊക്കെ ഇടപെട്ട് പ്രശ്നം സോൾവ് ചെയ്തു. അങ്ങനെ ഒരു 5-6 മാസം അന്ന് പോയി. പിന്നെ പണി സ്പീഡിന് ആരംഭിച്ചു. ക്വിക്കായിട്ടാണ് പണി ആരംഭിച്ചത്. KSEB ആയിരുന്നു. അതിൻ്റെ ഒരു 60% പണി കഴിഞ്ഞപ്പോഴത്തേക്കും കോവിഡ് വന്നു, നിർത്തിവെക്കേണ്ടി വന്നു. അതാണ് സംഭവിച്ചത്. പിന്നെ മറ്റേ കൗൺസിൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, കോവിഡ് കഴിഞ്ഞപ്പോൾ വലിയൊരു ഫണ്ടിങ്ങിൻ്റെ വലിയ പ്രശ്നം വന്നല്ലോ. അപ്പം അതിനാവശ്യമായ ഫണ്ടിങ് അവർക്ക് കണ്ടെത്താനോ വയ്ക്കാനോ ഏതൊരു ബുദ്ധിമുട്ടായിരിക്കും കഴിഞ്ഞ കൗൺസിൽ ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അന്ന് നടന്ന ഏറ്റവും വലിയൊരു ആരോപണം എന്ന് പറഞ്ഞാൽ ഈ സ്വകാര്യ വ്യക്തികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പണി ഇഴക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നത്? ഇതൊക്കെ ചില രാഷ്ട്രീയ ആരോപണങ്ങളല്ലേ.
അതൊക്കെ അങ്ങനെ ടൗൺ ഹാൾ ഇല്ലാന്നോ, ടൗൺ ഹാൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബുക്കിംഗ് എല്ലാം അങ്ങോട്ട് വഞ്ഞ് ടൗൺ ഹാൾ ഉണ്ടായാൽ അവിടെ അങ്ങോട്ട് പോലെ ബുക്കിംഗ് എല്ലാം ഇങ്ങോട്ട് വരൂ എന്നൊക്കെ നമുക്ക് വിലയിരുത്താൻ വേണ്ടി പറ്റും. കൂടുതൽ ഹാളുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ വരും, അങ്ങനെയല്ലേ? അതിന്റെ സൗകര്യം നോക്കിയിട്ടും അതുപോലെ ഓരോരുത്തർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന റേറ്റും കാര്യങ്ങളാണെങ്കിൽ അങ്ങോട്ടായിരിക്കും വരുന്നത്. അല്ലാതെ ഇതിപ്പോ ഇത് അടച്ചിട്ട് അവർക്ക് ഇത് സഹായം നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും, അങ്ങനെയല്ല. ഇത് സംഭവിച്ചു, പിന്നെ അത് തുടങ്ങാൻ ഇപ്പൊ താമസിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. നല്ല താമസമുണ്ടോ? ഇപ്പൊ നല്ല താമസം ഉണ്ടായി. ഈ കഴിഞ്ഞ ഭരണസമിതിക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടെന്ന് അങ്ങേക്ക് അഭിപ്രായമുണ്ടോ? ഇല്ലില്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ കോവിഡ് കഴിഞ്ഞപ്പോ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും സർക്കാരിനെയും ഫണ്ടിങ് സിറ്റുവേഷൻ ബാധിച്ചു. അത് ഈ മുനിസിപ്പാലിറ്റിയെയും ബാധിച്ചു. അതുകൊണ്ട് അവർക്ക് അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല. അതാണ് ഒന്ന്. ഇപ്പൊ ആ കൗൺസിൽ തന്നെ പൈസ വച്ചിട്ടുണ്ട്. ഇപ്പൊ അവരുടെ അവസാന സമയത്ത് അവര് തന്നെ ഫണ്ട് കണ്ടെത്തി വെച്ചിരിക്കുന്നത്. പിന്നെ വായ്പ എടുത്തവര് തന്നെ. ഈ സാധാരണക്കാർക്കിടയിൽ ഒരു സംസാര വിഷയം ഉണ്ടായിരുന്നു. ഈ ഇതിന്റെ നവീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു ബാങ്കിൽ നിന്ന് ലോൺ തരപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ലോണിന്റെ തിരിച്ചടവ് ഈ കാലഘട്ടത്തിലൊക്കെ മുടങ്ങി, അത് വലിയ പലിശയിലോട്ടൊക്കെ പോയി എന്ന് പറയുന്നുണ്ട്. അതിനെ പറ്റി എന്താ പറയുക? അത് ഞാൻ നിങ്ങളെ അങ്ങനെ ഒരു കുറഞ്ഞ ആളുകാർക്ക് കാണാനില്ല. നിങ്ങളുടെ എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്. നിങ്ങൾ ഇവിടെ വന്ന് എന്നോടത് ചോദിക്കുന്ന മുമ്പ് വായ്പ തന്ന ആ ഏജൻസിയോട്, വേറെ ആരുമല്ല, ആറ്റിങ്ങൽ ടൗൺ സർവീസ് സഹകരണ ബാങ്കാണ്, അവരോട് ചോദിക്കുമ്പോൾ അത് മനസ്സിലാവും അടച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിവരാവകാശം ഇവിടെ കൊടുത്താൽ അതിന്റെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. പിന്നെ ഇത് അറിയേണ്ടത് എന്താ, ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു നഗരസഭ ഒരു ടൗൺ സർവീസ് സഹകരണ ബാങ്കിന് അല്ലെങ്കിൽ പ്രാദേശിക സ്ഥാപനത്തിൽ നിന്ന് വായ്പ എടുത്ത് ഇത്തരം സംരംഭം ചെയ്യുന്നത്. കേരളത്തിൽ ഒരു നഗരസഭയും ചെയ്തിട്ടില്ല. വേറെ പല ഏജൻസികളും ഉണ്ട്. അവരിൽ നിന്നും 1.5% പലിശ കുറച്ചാണ് ഇവർ നമുക്ക് തരുന്നത്. മനസ്സിലായില്ലേ? അത് അന്ന് മുതൽ ഇന്ന് വരെ കൃത്യമായി അടച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പരിശോധിക്കാം, രേഖകളാണല്ലോ അതൊക്കെ. അല്ല, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ചില വിഷയങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ എനിക്കും അറിയാം, അങ്ങേക്കും അറിയാമായിരിക്കും. ജനങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളല്ല നമ്മൾ ചോദ്യങ്ങളായിട്ട് ഉന്നയിക്കുന്നത്. അപ്പൊ ഈ വിഷയത്തിൽ ഇപ്പൊ അങ്ങ് പറയുന്ന കൃത്യമായിട്ട് തിരിച്ചടവുകളെല്ലാം നടത്തിയിട്ടുള്ളതാണ്. പക്ഷെ സ്വാഭാവികമായിട്ടും ഈ സ്ഥാപനം പ്രവർത്തിച്ചിട്ടില്ല, വരുമാനം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോ അതൊരു നഷ്ടക്കച്ചവടമല്ലായിരുന്നു. അത് ഏത് സംരംഭം ആരംഭിക്കുമ്പോഴും ആദ്യം കുറെ നഷ്ടത്തിലേക്കൊക്കെ പോകും, പിന്നീട് അത് ലാഭത്തിലേക്ക് വരും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നിങ്ങൾ അത്രയും കൊടുക്കുന്നെങ്കിൽ അതാണ് നല്ലത്. അന്ന് ഇതിന്റെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിനുള്ളിൽ വെച്ചാണ് ഒരു പ്രോജക്റ്റിന് അന്ന് ഞാൻ രൂപം കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ആദ്യം 2.5 കോടി രൂപ വായ്പ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ 2-3 വർഷത്തെ പ്ലാൻ ഫണ്ട് ഇതിലേക്ക് വേണ്ടി വിനിയോഗിക്കുക. പ്ലാൻ ഫണ്ട് വിനിയോഗിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഞങ്ങൾക്കുള്ള ബാധ്യത 2.5 കോടിയാണ്. ബാക്കി തുകയെല്ലാം പ്ലാൻ ഫണ്ട് ചെയ്യുന്നത് തിരിച്ചടവില്ലാത്ത ഫണ്ടാണ്. അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകും. ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോകുമ്പോൾ ഇതിൽ നിന്നുള്ള വരുമാനം ഞങ്ങൾക്ക് കിട്ടും, നഗരസഭയ്ക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോൾ അതായിരുന്നു അന്ന് എൻ്റെ ലക്ഷ്യം. 2.5 കോടി വായ്പ എടുക്കുക, ബാക്കി പ്ലാൻ ഫണ്ടിൽ നിന്ന് കണ്ടെത്തുക. അതായിരുന്നു. അപ്പോഴാണ് പ്ലാൻ ഫണ്ടിങ്ങിന്റെ പ്രശ്നം വരുന്നത്. ഒരു വർഷം കൊണ്ട് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ കോവിഡ് വന്നു, ഫണ്ടിന് ഒരുപാട് കുറവ് വന്നു. കോവിഡിലേക്ക് ഒരുപാട് പൈസ ചെലവഴിക്കേണ്ടി വന്നു. അത് തന്നെ എല്ലാം പ്ലാൻ ഫണ്ട് ആയിരുന്നു. പ്ലാൻ ഫണ്ട് ചെലവഴിക്കാനാണ് അന്ന് സർക്കാരിന്റെ അനുമതി കിട്ടിയത്. പിന്നെ കോവിഡ് സമയത്ത് ടൗൺ ഹാളാണോ വലുത്, കോവിഡാണോ വലുത് എന്ന് രണ്ട് ചിന്തയുടെ കാര്യമില്ലല്ലോ. കോവിഡിനെ നേരിടുക എന്നുള്ളതായിരുന്നു. അതാണ് സംഭവിച്ചത്. എന്തായാലും അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആറ്റിങ്ങൽ നിവാസികൾക്ക് ഒരു വലിയ പ്രതീക്ഷയുടെ ചിറകാണ് വിരിച്ചിരിക്കുന്നത്. 15,000 സ്ക്വയർ ഫീറ്റ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ 15,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഇത്രയും വലിയ സംവിധാനങ്ങളോട് കൂടിയ ഈ ഒരു ടൗൺ ഹാള് സാധാരണക്കാരന് താങ്ങാവുന്ന റേറ്റിലായിരിക്കുമോ കൊടുക്കുന്നത്? അത് നമ്മൾ അറിയേണ്ട ഒരു വിഷയം എന്താന്ന് വെച്ചാല്, ഞങ്ങൾ ആഗ്രഹം അത് തന്നെ. അതിലൊരു വിഷയം, ഏറ്റവും കുറച്ച് റേറ്റ് വാങ്ങിച്ചാൽ ആരും വരില്ല. പാവപ്പെട്ടവരായാലും ഉന്നതരായാലും ശരി, ഈ സൗജന്യമായിട്ട് കൊടുക്കാന്ന് പറഞ്ഞാലും വരില്ല. കാരണം മറ്റേ ടൗൺ ഹാള് ഞാൻ ആദ്യം ഇവിടെ വൈസ് ചെയർമാൻ്റെ ഒരു 5,500 രൂപയായിരുന്നു. ഒന്നും ആരും എടുക്കില്ല. ഏതെങ്കിലും പാവപ്പെട്ടവർ ഒന്ന് എടുക്കും, മലപ്പുഴം കൂടി ഒരു വിഭാഗം. അത് കഴിഞ്ഞിട്ട് അത് 7,500 ആക്കി. അപ്പോൾ കുറെ കൂടി ബുക്കിംഗ് കൂടി.
പിന്നെ അത് ഞാൻ ചെയർമാനായപ്പോൾ 12,000 രൂപ ആക്കണം നമ്മൾ തീരുമാനിച്ചു. പ്രതിപക്ഷമായിട്ട് കാല് വെച്ചു, ചർച്ച നടത്തി 12,000. അപ്പൊ ഞാൻ പ്രതിപക്ഷത്തോട് പറഞ്ഞു 12,000 വെച്ചിട്ട് പിന്നെ നമ്മൾ കുറയ്ക്കേണ്ടി വന്ന മോശം, അതുകൊണ്ട് 15,000 വെച്ചിട്ട് നമുക്ക് 12,000 എത്താം, ചർച്ചയോ കാര്യങ്ങളോ പ്രതിഷേധമോ ഒക്കെ വരുന്നെങ്കിൽ. പക്ഷെ 15,000 വെച്ചപ്പോൾ ആർക്കൊരു പ്രതിഷേധവും ഇല്ല. അപ്പോഴാണ് ടൗൺ ഹാളിൽ ഏറ്റവും കൂടുതൽ സർവീസ് നടന്നത്. നമ്മളുടെ മനസ്സിനകത്ത് ഇവിടെ എത്രയോ മണ്ഡപമുണ്ട്, നാട്ടിൽ തിരുവനന്തപുരത്തൊക്കെയുള്ള വലിയ മണ്ഡപങ്ങളൊക്കെ അല്ലേ പോകുന്നു. ഇതങ്ങനെയല്ല, നാട്ടുകാരുടെ കൂടി അഭിപ്രായങ്ങളൊക്കെ ആരഞ്ഞിട്ട് നമ്മൾ അതിന്റെ റേറ്റ് തീരുമാനിക്കും. അത് ഏത് രീതിയിലുള്ളവർക്ക് നടത്താം. അത് AC മുകളിൽ AC ഹാളാണ്, 900 പേർക്ക് ഇരുന്ന് വിവാഹ മണ്ഡപത്തിലേക്ക് ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ ഒറ്റ ഹാളാണ്. തൊട്ട് താഴെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഹാളാണ് ഡൈനിങ് ഹാളായിട്ട് ഞങ്ങൾ മാറ്റിയിരിക്കുന്നത്, രൂപാന്തരം ചെയ്തിരിക്കുന്നത്. അവിടെ സ്റ്റേജുണ്ട്. അപ്പോൾ AC സ്റ്റേജും ഓഡിറ്റോറിയം വേണ്ടാത്തവർക്ക് ഈ സ്റ്റേജും ഈ നോൺ AC ഓഡിറ്റോറിയം ഉപയോഗിക്കും. ഇനി ഇതിന്റെ ബേക്കിൽ ഒരു ചെറിയ ഓഡിറ്റോറിയം, അത് വെജിറ്റേറിയൻ ഓഡിറ്റോറിയമാണ്. വെജിറ്റേറിയൻ ആഹാരം മാത്രം കഴിക്കുക, അങ്ങനെ അത് കൂടിക്കൂടി വരെയുണ്ട്. അവർക്ക് അവിടെ ഇരുന്ന് ആഹാരം കഴിക്കും, അതിനും സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ ഏതായാലും അങ്ങ് സ്ഥാനമേറ്റ് ദിവസങ്ങൾക്ക് തന്നെ ആറ്റിങ്ങലിന്റെ ഏറ്റവും വലിയൊരു പൊതുപ്രശ്നമായിരുന്ന ഈ ഒരു ടൗൺ ഹാളിന്റെ വിഷയത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തി അത് പ്രാവർത്തികമാക്കാനുള്ള ശ്രമത്തെ എന്തായാലും വിസ്മയ ന്യൂസ് അഭിനന്ദിക്കുന്നു. അപ്പൊ എത്രയും പെട്ടെന്ന് ആ ടൗൺ ഹാളിൽ ജനങ്ങൾക്കാണ് തുറന്നു കൊടുക്കാനുള്ള ശ്രമങ്ങൾ അങ്ങയുടെ ഭാഗത്തുണ്ടാകുന്നുള്ള ഒരു ഉറപ്പ് ഉണ്ടല്ലോ അല്ലെ? ഇന്ന് രാവിലെയും ഞാൻ അവിടെ ഈ ഊരാളുകളാണ് വലിയ പ്രോജക്റ്റ് ഒക്കെ സിറ്റിക്കകത്തൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവരിവിടുത്തെ താമസം തുടങ്ങിയതിന് പിന്നെ ഇത്തിരി ഡിലേ വരുന്നു. അപ്പൊ ഞാൻ രാവിലെ ഞങ്ങൾ വിളിക്കുമ്പോഴൊക്കെ ഓരോ മീറ്റിംഗിലാണ്. ശരിയാണ്, അവര് മീറ്റിംഗിലാണ്. ഓരോ മന്ത്രിമാരുടെയും കീഴിൽ വരുന്ന വലിയ വലിയ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കാൻ വേണ്ടി അവരിറങ്ങുന്നതിന് മുമ്പ് പൂർത്തിയായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവരെ ശല്യപ്പെടുത്തി ഇവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരെല്ലാം മീറ്റിംഗിലായിരിക്കും. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഞാൻ രാവിലെ 9:30 ആയപ്പോൾ അവിടെ എത്തി. കാരണം ഇവരോട് വന്നിട്ടുള്ള മീറ്റിങ്ങിന് പോകും. അപ്പൊ അവരവിടെ വന്നു, അവരെല്ലാവരെയും വിളിച്ചിരുത്തി വീണ്ടും ഞാനും മുനിസിപ്പൽ എഞ്ചിനീയറായിട്ട് അവരോട് ചർച്ച നടത്തി. അവര് ഫുൾ സിംഗിലുള്ള പണി 2 ആഴ്ചക്കകത്ത് തന്നെ ആരംഭിക്കും. ഇപ്പൊ ചെറിയ പണികൾ ആരംഭിച്ചിട്ടുണ്ട്. ഫുൾ സിംഗിൽ 2 ആഴ്ചക്കകത്തുള്ള പണി ആരംഭിക്കും. ഒരു 10-60 ദിവസം വേണ്ടി വരും ആ പണികൾ തീർക്കാൻ. സീറ്റിന്റെ ഏകദേശം സീറ്റിന്റെ ധാരണ ആയിട്ടുണ്ട്. അപ്പൊ അവര് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം അതിൽ ഏത് രീതിയിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആയിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് കരാർ കൊടുത്ത അവിടെ അവർ നമ്മളോട് ചർച്ച ചെയ്യും. ഇങ്ങനെ ഓരോ ഒരേ സമയം തന്നെ പല ഘട്ടങ്ങളിലേക്കുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 മാസത്തിനുള്ളിൽ തുറന്നു കൊടുക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ ഫാസ്റ്റായിട്ട് നടക്കുന്നത്. തീർച്ചയായിട്ടും തുറന്നു കൊടുക്കാൻ സാധിക്കും. പലതവണ ഉദ്ഘാടന തീയതികൾ പറഞ്ഞു കേട്ടിട്ടുള്ള മുനിസിപ്പൽ ടൗൺ ഹാളിന്റെ ശരിക്കുള്ള ഉദ്ഘാടനം വരുന്ന 3 മാസത്തിനുള്ളിൽ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നുള്ള പുതിയ നഗരസഭാ ചെയർമാൻ M. പ്രദീപിന്റെ വാക്കുകൾ വളരെയധികം ആത്മവിശ്വാസത്തിലാണ് ആറ്റിങ്ങൽ നിവാസികൾ കേൾക്കുന്നത്. ക്യാമറാമാൻ വിപിൻ വേണുവിനൊപ്പം രജനീഷ്, വിസ്മയ ന്യൂസ്.